ഏകദേശം ഈ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോൾ എടുത്താണ് ട്രേഡ്. ഏകദേശം നിഫ്റ്റിയുടെ ഫീച്ചേഴ്സിൻ്റെ ചാർട്ടിലാണ് ഞാൻ ലെവൽസൊക്കെ മാർക്ക് വെച്ചിരിക്കുന്നത്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് തന്നെ ഇവിടെ റീടെസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു, അതുകൊണ്ട് എടുത്തത്. എൻ്റെ ടാർഗറ്റ് ഈ ഒരു പൊസിഷൻ വെക്കുന്നു ഫസ്റ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 2000 രൂപ ഓവറോൾ പ്രോഫിറ്റ്, ലോസും കഴിഞ്ഞ പ്രോഫിറ്റ് നിൽക്കുകയാണ്. ഈ കറണ്ട് ട്രേഡിൽ ഇപ്പോൾ ഒരു 3700-4000 രൂപയ്ക്ക് അടുത്താണ് പ്രോഫിറ്റ് നിൽക്കുന്നത്. നെറ്റ് 2000 രൂപയിൽ നിൽക്കുകയാണ്. ആദ്യത്തെ ട്രേഡിൽ നിന്ന് നേരത്തെ ചെയ്ത ട്രേഡിൽ നിന്ന് 1500 രൂപ ലോസ് ഉണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 4000 രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട് ഏകദേശം. ഇനി ഞാൻ എൻ്റെ ഒരു സിംഗിൾ ക്വാണ്ടിറ്റി ഒന്ന് കട്ട് ചെയ്ത് 2 ക്വാണ്ടിറ്റി വാങ്ങിച്ച് ഒരു ലോട്ടൊന്ന് കട്ട് ചെയ്യുവാണ്. ഷാർപ്പ് മൂവ് എല്ലാം താഴോട്ട് ഉണ്ടാവുകയാണെങ്കിൽ റിസ്ക് ആണ്. പക്ഷെ കുറച്ചും കൂടെ മുകളിലോട്ട് പോകാൻ പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ ഷാർപ്പ് റിജക്ഷൻ കിട്ടിയേക്കാം അവിടെ നിന്ന്. പക്ഷേ 4000 രൂപ പ്രോഫിറ്റ്, ഓവറോൾ പ്രോഫിറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു കറണ്ട് ട്രേഡിൽ 5200 1500 രൂപ പ്രോഫിറ്റ് വന്നായിരുന്നു. ജസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുമോ അതോ ഇവിടുന്ന് റിവേഴ്സ് ആണോ എന്ന്. ഈ ഒരു ചാർട്ടിൽ ഒരു മെയിൻ ഏരിയ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഡേ ഹൈ ആണ്. ഈ ഡേ ഹൈയിൽ ഇപ്പം നിഫ്റ്റി സപ്പോർട്ട് എടുത്തിരിക്കുകയാണ്. ഇൻ കേസ് ഈ സപ്പോർട്ട് ഇവിടുന്ന് വാലിലായിട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം ഞാൻ ഹോൾഡ് ചെയ്യും. അതല്ല ഈ ഒരു സപ്പോർട്ടിനെ കൂടെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇത് വീണ്ടും താഴോട്ടു. നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ടിൽ ആ ഒരു റിവേഴ്സ് നല്ല രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ക്യാൻഡിൽ റിവേഴ്സ് ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഡേ ഹൈയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യുവാണ്. നിഫ്റ്റിയുടെ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ആ ഡേ ഹൈയിൽ സപ്പോർട്ട് വാലിഡ് ആണെങ്കിൽ ഏകദേശം ഇവിടുന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇന്നൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് പൊതുവേ ഉണ്ട്, സൈഡ് വേസും ഉണ്ട്. ബിയറിഷിന് വലിയ സാധ്യത കാണുന്നില്ല. ഇനി ഉള്ള പ്രോഫിറ്റ് എക്സിറ്റ് അടിക്കുകയാണ്. 2516 രൂപ കിട്ടി. നിയർലി ഒരു 3500-3700 രൂപ കിട്ടിങ്ങനെ. നിഫ്റ്റി ആ ഡേ ഹൈയിൽ നിന്നില്ല. ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നല്ല റിവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ബാങ്ക് നിഫ്റ്റി നേരത്തെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇരുന്ന ആ ഏരിയ, അതിന് ബാങ്ക് നിഫ്റ്റിയാണ് നിഫ്റ്റിയേക്കാളും സ്ട്രോങ്. അത് ഏകദേശം ബ്രേക്ക് ആകാൻ പോകുന്നു.